അവഞ്ചസ് ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും ഒക്കെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർ ഡൂമാണ്. അതെന്തായാലും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓൾറെഡി നമ്മൾ സീക്രട്ട് വാർസിൻ്റെ കോമിക്കും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും മാർവൽ ആ കോമിക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസും പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ. പക്ഷേ ആ കോമിക്സിലുള്ള അതേപോലെ തന്നെ കാര്യങ്ങൾ പടത്തിൽ എന്തായാലും നടക്കില്ല, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. സോ ഇപ്പോൾ ഒരു കൺസെപ്റ്റായിട്ട് ഒരു ഫാൻ മെയ്ഡ് കോമിക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് സീക്രട്ട് വാർസിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ ഡൂംസ്ഡേയുടെ എൻഡിലോ ബാറ്റിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോമിക്ക്. ആക്ച്വലി അതാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടുനോക്കാം. ആക്ച്വലി ഈ കഥയുടെയൊക്കെ സ്റ്റാർട്ടിങ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആയിരിക്കും. അതായത് ഇതിൻ്റെ എൻഡിൽ നിന്നാണ് ഇതിൻ്റെ കഥ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അത് നോർമൽ നമ്മുടെ ഡൂംസ്ഡേയിൽ നമ്മുടെ ഡൂം മൾട്ടിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്തം അവഞ്ചേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, നമ്മുടെ അവഞ്ചേഴ്സ് എതിർക്കുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും കഥ പോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സായിട്ടുള്ള പെപ്പർ പോട്ട്സ്, നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക, ഡെഡ് പൂൾ എല്ലാവരും അടികൊണ്ട് കിടക്കാണ്. അവിടെ ചോര ഛർദ്ദിച്ച് കിടക്കാണ് നമ്മുടെ സ്പൈഡർമാൻ. അങ്ങനെ പുള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഡോക്ടർ ഡൂം. ഉടനെ തന്നെ സ്പൈഡർമാൻ പുള്ളിയുടെ വല യൂസ് ചെയ്ത് ഡൂമിന് നേരെ പോകാൻ നോക്കുകയാണ്. പക്ഷെ അത് മിസ്സായി ഒരു പാറയിൽ പോവാണ്. ഉടനെ തന്നെ അതി പിടിച്ച് തൂങ്ങി നേരെ ഡൂമിന് നേരെ ചാടി വരികയാണ് സ്പൈഡർമാൻ. എന്നിട്ട് ചാടി പുള്ളിയുടെ മുഖത്തിന് തന്നെ ഒരു കുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ചന്നം പിന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൂമിനെ സ്പൈഡർമാൻ. പക്ഷെ സിമ്പിളായിട്ട് തന്നെ പുള്ളിയുടെ മാജിക് പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഡൂം സ്പൈഡർമാൻ അടിച്ച് തെറിപ്പിക്കുകയാണ്. ആ തെറിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഡോക്ടർ ഡൂമിൻ്റെ മാസ്ക് പൊട്ടി താഴെ വീഴുന്നത്. അങ്ങനെ ആ മാസ്ക് പൊട്ടി താഴെ വീണത് കണ്ടതും നമ്മുടെ പെപ്പർ പോട്ട്സും സ്പൈഡർമാനും വാർ മെഷീനൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം അവരെല്ലാവരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ടോണി സ്റ്റാർക്കിൻ്റെ മുഖമായിരുന്നു ആ ഡോക്ടർ ഡൂമിന്. ഇത് കണ്ടതും നമ്മുടെ സ്പൈഡർമാനും അവൻ്റെ മെൻറ്റോറും അച്ഛനെ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്ന സ്റ്റാർക്കിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരികയാണ്. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പുള്ളി അവിടെ കൂരിത്തെറിച്ച് നിൽക്കുകയാണ്. ഉടനെ തന്നെ ഡോക്ടർ ഡൂം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ കൺട്രോളുള്ള ഒരുപാട് പവർഫുൾ ഡ്രോൺസിന് സ്പൈഡർമാന് നേർക്ക് അയക്കുകയാണ്. അതുങ്ങളൊക്കെ സ്പൈഡർമാന് നേരെ വരികയാണ്. ഉടനെ തന്നെ ഒരു വല നേരെ സ്പൈഡർമാൻ്റെ നേർക്ക് വന്ന് പുള്ളിനെ ചുറ്റിപ്പണയാണ്. എന്നിട്ട് നേരെ അവിടെ നിന്ന് സ്പൈഡർമാനെ വലിച്ചെടുക്കുകയാണ്. അങ്ങനെ പുള്ളിനെ വലിച്ചെടുത്തത് വേറെ ആരുമല്ല, സ്പൈഡർമാൻ തന്നെയായിരുന്നു. ഉടനെ തന്നെ അവിടെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ വൂൾവറിൻ, ഫാന്റാസ്റ്റിക് ഫോർ, പിന്നെ നമ്മുടെ ടോബി മെഗ്വയറിൻ്റെയും ആൻഡ്രൂ ഗ്രാഫിൽറ്റിൻ്റെയും സ്പൈഡർമാൻസും. ഉടനെ തന്നെ നമ്മുടെ വൂൾവറിനും സ്പൈഡർമാനും അവിടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോലെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന ശ്രദ്ധിക്കുകയാണ്. ഉടനെ തന്നെ ആ പോർട്ടലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു അയൺമാൻ സ്യൂട്ട് വരികയാണ്. അത് ശരിക്കും ഒരു അയൺമാൻ തന്നെ സൂട്ടായിരുന്നു. അങ്ങനെ ആ സൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് വേറെ ആരുമല്ല, OG ടോണി സ്റ്റാർക്കായിരുന്നു. അതായത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നടക്കുന്ന യുദ്ധമൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയാണ് ഒറിജിനൽ എൻഡ് ഗെയിമിൽ ടോണി സ്റ്റാർക്ക് മരിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് പോയിട്ട് ടോണി സ്റ്റാർക്കിനെ ഈ ഫൈറ്റിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അങ്ങനെ അയൺമാൻ വന്നതും എല്ലാവരും ബാക്കിലേക്ക് നിൽക്കാൻ പറയാണ്. അതേസമയം ഡോക്ടർ ഡൂമും പുള്ളിയുടെ മാസ്ക് തിരിച്ചെടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഡൂം അവരുടെ ആർമിയെ മൊത്തം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയക്കുകയാണ്. അതേസമയം നമ്മുടെ OG ടോണി സ്റ്റാർക്കും വൂൾവറിനും സ്പൈഡർമാൻസും അറ്റാക്ക് ചെയ്യാൻ റെഡിയാവാണ്. പക്ഷെ ഉടനെ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം ആകാശത്തേക്ക് ഉയർന്നിട്ട് ഒരു പോർട്ടൽ അല്ല കുറച്ചധികം പോർട്ടൽസ് അവിടെ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ആ പോർട്ടൽസിൻ്റെ ഉള്ളിൽ കൂടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് പോലെ പിടിച്ചുകൊണ്ട് ആരോ നടന്നു വരികയാണ്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ഡൂം അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ തന്നെ മൾട്ടിവേഴ്സിലെ ഈവിൾ വെർഷനായിട്ടുള്ള ക്യാപ്റ്റൻ ഹൈദ്ര, വെനുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ള ബ്ലാക്ക് വിഡോ, മൈസ്ട്രോ ഹൾക്ക്, ഈവിൾ തോർ, പിന്നെ ടാസ്ക് മാസ്റ്ററും. ഇത് മാത്രമായിരുന്നില്ല, വീണ്ടും ഡോക്ടർ ഡൂം അവിടെ മൾട്ടിവേഴ്സൽ പോർട്ടൽസ് ഓപ്പൺ ചെയ്യാണ്. ഉടനെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ 3 പേരും കൂടി വരികയാണ്. വേറെ ആരുമല്ല, അൾട്രോൺ, കിങ് താനോസ്, കാങ് ദ കോൺക്കറർ.